മടത്തവൻ ജംഗ്ഷനിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പാർക്കുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും അഖില ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സായങ്കാല വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് കടന്നു വന്ന് നിങ്ങളുമായി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കുവാൻ ഞങ്ങളിങ്ങനെ സമയത്തെ വേർതിരിച്ചതിൻ്റെ ഉദ്ദേശം ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇപ്പോൾ മാത്രമല്ല, ചില നാളുകൾക്ക് മുൻപ് ഈ ദേശത്ത് കടന്നു വന്ന് ഞങ്ങൾക്ക് സന്ദേശം അറിയിക്കുവാൻ തക്കവണ്ണമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ആരംഭിച്ചതായ ഒരു സുവിശേഷീകരണ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശമാണ് ഇവിടെ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വല്ലാതെ ദുസ്സഹപ്പെടുത്തുന്ന, സമാധാനത്തിന് കോട്ടം വരുത്തുന്ന സാമൂഹിക മൂല്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാട് നടമാടുന്ന ഒട്ടനവധിയായ വിഷയങ്ങൾ നമ്മുടെ മനസ്സിന് ഒത്തിരി ദുഃഖവും പ്രയാസവും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. മനുഷ്യനല്ലാതെ മൃഗതുല്യമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലയളവുകളാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ, സാക്ഷരത കൊണ്ട് വിഖ്യാതി നേടിയ ഒരു സമൂഹമെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ അന്തസ്സിന് കളങ്കം ചാർത്തുന്ന ചില രീതികളാണ് അവ എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഈ കഴിഞ്ഞ അടുത്ത ദിവസത്ത് നമ്മുടെ ദേശത്തെ നടുക്കിയ ഒരു പ്രമുഖമായ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സംഭവം നമ്മുടെ അടുത്ത ജില്ല, എറണാകുളം ജില്ലയിൽ, അവിടെ ഒരു ഫ്ലാറ്റിൽ നിന്ന് പ്രസവിച്ച ഉടനെ പിഞ്ചു ചോരയാകുന്ന കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്ന് ഒരു യുവതി വലിച്ചെറിയുകയും ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുകയും, എന്നാൽ സമൂഹത്തിലെ ഉന്നതന്മാരായ ചില ആളുകൾ ചേർന്ന് ആ കുട്ടിയെ അടക്കുന്ന രംഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ വഴി കാണുവാനായിട്ടിടയായി. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വീഡിയോയുടെ രംഗം സമൂഹ മാധ്യമത്തിൽ കൂടെ കഴിഞ്ഞ ദിവസം കാണുവാൻ കഴിഞ്ഞു. ഏകദേശം 65-ലധികം വയസ്സ് പ്രായമുള്ള ഒരു പിതാവിന്റെ മുഖത്ത് 10-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മകൻ, കരോട്ടക്കാരനാണെന്നാണ് തോന്നുന്നത്, അവന്റെ മുഖത്തിരിക്കുന്ന മാറി മാറി ഇടിക്കുന്ന ഒരു രംഗവും, ആ പിതാവിന്റെ സഹോദരനോ മറ്റോ ആ മകനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോവുകയും അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് എനിക്ക് തോന്നുന്നു ആ പിതാവിനെ വന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന രംഗം കാണുകയാണ്. ഇവിടെ ആരെയും ബഹുമാനിക്കാത്ത, ആരോടും നീതി പുലർത്താൻ മനസ്സില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ നാട് മാറി എന്നുള്ളത് ഒരു വല്ലാത്ത ദുഃഖത്തിന്റെ അനുഭവം തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ഒരു വിഷയമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് അതിന്റെയൊക്കെ എണ്ണവും ആക്കവും കൂട്ടി എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. മനുഷ്യൻ എന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്നു, നാളെയെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള വ്യഗ്രതയുടെ നടുവിൽ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ധാർമ്മികതയ്ക്ക് യാതൊരു വിലയും നൽകാത്തൊരു സമൂഹമായി നമ്മുടെ സമൂഹം ഇങ്ങനെ വളരുമ്പോൾ അതിന്റെ നടുവിൽ അല്പമെങ്കിലും
സാമൂഹിക ബോധമുള്ള മനുഷ്യന്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിനെല്ലാം ഉത്തരം നൽകുക എന്നുള്ളത് ഒരുപക്ഷേ നമുക്ക് സാധ്യമല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ വിവര സാങ്കേതിക വിദ്യ വളരെ വളർന്നു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു AI തരംഗം തന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളത്. എന്തും സൃഷ്ടിച്ചെടുക്കാൻ, നിർമ്മത ബുദ്ധി കൊണ്ട് എന്തും സൃഷ്ടിച്ചെടുക്കാൻ തക്കവണ്ണം ആർജവമുള്ള, അറിവുള്ള ഒരു തലമുറയാൽ ഭരിക്കപ്പെടുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് അന്യം നിന്നു പോകുന്ന സുപ്രധാനമായ കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ സാമ്പത്തികമായ അഭിവൃദ്ധിയുടെ വക്കിലാണ് നിൽക്കുന്നത്. പട്ടിണി മരണങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്, അല്ലെങ്കിൽ തുലോമില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിദ്യാഭ്യാസത്തിന് നമ്മുടെ യാതൊരു കുറവുമില്ല. മനുഷ്യന് അറിവ് പകർന്നു കൊടുക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കൈവിരലിന്റെ തുമ്പിൽ എന്തും നേടിയെടുക്കാൻ, എന്തും സാധ്യമാകുന്ന എല്ലാ സാധ്യതകളുടെയും വിശാലമായ ലോകത്തിൽ മനുഷ്യൻ വിരചിക്കുമ്പോൾ തന്നെ എല്ലാ സാമൂഹിക പ്രതിബദ്ധതകളെയും ചവിട്ടി മതിച്ചുകൊണ്ട് മുന്നോട്ട് മനുഷ്യൻ നീങ്ങുമ്പോൾ ഇത് എങ്ങോട്ടുള്ള പോക്കാണ് എന്നുള്ളത് ഓർത്ത് നമ്മളുടെ പ്രായമുള്ള ആളുകൾ, ചിന്തിക്കുന്ന മനുഷ്യൻ വല്ലാതെ അന്തം വിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് വയറു നിറയ്ക്കാൻ വേണ്ടി, ആഹാരത്തിന് വേണ്ടി നന്നായി കഷ്ടപ്പെടുന്ന മനുഷ്യരെ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞിരുന്നു. അത്താഴപ്പട്ടിണി അകറ്റാൻ തക്കവണ്ണം നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരായിരുന്നു നമ്മുടെ നാട്ടിലുള്ളത്. ഉടുതുണിക്കും അറുതുണിയില്ലാതെ ജീവിതം എങ്ങനെയൊന്ന് മുന്നോട്ട് മെച്ചപ്പെടുത്തിയെടുക്കാമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എല്ലാ കുഞ്ഞുങ്ങളെയും വിദ്യാലയങ്ങളിൽ അയക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് മൂത്തവരൊക്കെ പണിയെടുക്കുകയും ഇളയവരൊക്കെ പഠിക്കാൻ പാഠശാലകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. എന്നാൽ സ്ഥിതിയൊക്കെ ഇന്ന് മാറി. നമുക്ക് നമ്മുടെ സമ്പദ്ഘടനയൊക്കെ വർദ്ധിച്ചു. നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി. എല്ലാ സമൂഹത്തിലെ എല്ലാ തരം ആളുകൾക്കും വിദ്യാഭ്യാസം നേടുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പണ്ടൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമൂഹത്തിലെ ചില ആളുകൾ മാത്രം കൈവരിച്ചിരുന്ന നേട്ടമായിരുന്നു വിദ്യാഭ്യാസം എന്നുള്ളത്. എന്നാൽ ഇന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ, യാതൊരു മതിൽക്കത്തുകളുടെ വ്യത്യാസവുമില്ലാതെ എല്ലാ സമൂഹത്തിലേക്കും വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് അറിവ് നേടിയ മനുഷ്യൻ അറിവിന്റെ അങ്ങ് ഉത്തുംഗ സംഘത്തിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ തിന്മ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളുടെ വാസനകളുള്ള മനുഷ്യരെ നാം കാണുകയോ എന്തെങ്കിലും ഹീനകൃത്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുമ്പോൾ സാധാരണയായി പറയുന്ന ഒരു കാര്യം അവർക്ക് അറിവില്ലാത്തതാണ്, വിദ്യാഭ്യാസമില്ലാത്തതാണ്. വിദ്യാഭ്യാസമില്ലാത്തതാണ് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് വിലയിരുത്തി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തി നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ മൃഗീയ വാസനകളുടെ ഒരു വേലിയേറ്റം തന്നെ നടക്കുകയും എല്ലാം എത്തിപ്പിടിക്കാനുള്ള മനുഷ്യന്റെ നെട്ടോട്ടത്തിനിടയിൽ ധാർമ്മിക മൂല്യങ്ങളെല്ലാം കാറ്റിൽ പ്രവർത്തിക്കൊണ്ട് ആർക്കും വിലകൽപ്പിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ കഴിയും? വിദ്യാഭ്യാസം കൊണ്ടത് സാധ്യമാകുമോ? ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് അവൻ വിദ്യാഭ്യാസത്തിൽ ഉന്നത ബിരുദങ്ങളും ബിരുദാനന്ദ ബിരുദങ്ങളും സാങ്കേതിക നേട്ടങ്ങൾ കൈവരിച്ച ആളുകളെ കൊണ്ട് തിന്നു നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ള സമൂഹം. ആധ്യാത്മിക മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ ആധ്യാത്മിക മണ്ഡലങ്ങളിലും നേരത്തെക്കാളൊക്കെ ഒത്തിരി ആധ്യാത്മിക മണ്ഡലങ്ങളിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളും പ്രഭാഷകരും നമ്മുടെ ആത്മീക സ്ഥാപനങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് അഭിമാനകരമായ കാര്യമാണെങ്കിലും അതിന്റെയൊക്കെ നടുവിലും ചൂഷണങ്ങളും ചതിക്കുഴികളും ഒരുക്കി മനുഷ്യനെ പട്ടിലാക്കാൻ തക്കവണ്ണം നോക്കി നിൽക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് ഒരു നഗ്നമായ സത്യം തന്നെയാണ്. മനുഷ്യന്റെ
മനുഷ്യന്റെ ബലഹീനതകളെ മനസ്സിലാക്കി മനുഷ്യന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്തുകൊണ്ട് ആത്മിക പ്രമുഖരെന്ന് പറയുന്ന ആളുകൾ പോലും അവരെ വല്ലാത്ത ചതിക്കുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മോക്ഷപ്രാപ്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് അനേകരെ ചതിച്ചുകൊണ്ട് അനേക ആളുകൾ ഇങ്ങനെ താണ്ഡവർ നൃത്തമാടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആത്മീയ ആചാര്യന്മാരുടെ കപട നാടകങ്ങളിൽപ്പെട്ട് ഉടലുന്ന മനുഷ്യരുടെ ദീനരോധനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആത്മീയ ആചാരന്മാർക്ക് ഒരിക്കലും സമാധാനം നേടിത്തരുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നഗ്ന സത്യം. രാഷ്ട്രീയക്കാരുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയുക തന്നെ വേണ്ട, അക്കാര്യത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. ഏത് സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാലും ആത്മീയ മണ്ഡലങ്ങളും ധാർമ്മിക മണ്ഡലങ്ങളും രാഷ്ട്രീയ മണ്ഡലങ്ങളുമെല്ലാം അമ്പേ പരാജയപ്പെട്ട് മനുഷ്യന് സമാധാനം നേടിക്കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന് യഥാർത്ഥ സമാധാനം നൽകിത്തരാൻ കഴിയുന്ന മാധ്യമം എന്താണ്, സന്ദേശം എന്താണ്, ആരിൽ നിന്നാണ് നമുക്ക് സമാധാനം നേടിയെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതിന് പറയാൻ കഴിയുന്ന ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് നമ്മോട് അരുളി ചെയ്ത ശ്രീ യേശു ക്രിസ്തു നൽകുന്ന സമാധാനത്തിന് മാത്രമേ, മനുഷ്യന്റെ ശാശ്വതമായ സമാധാനത്തിന് അവൻ സ്തോത്രം വഴിതെളിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന മുഖ്യമായ സന്ദേശം എന്ന് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല. അസമാധാനത്തിന്റെ വേലിയേറ്റത്തിൽ മുന്നോട്ട് നിങ്ങൾക്കറിഞ്ഞ ഒട്ടനവധിയായ മനുഷ്യരുടെ പച്ചയായ ജീവിതത്തിന് സമാധാനത്തിന്റെ ഊടുംഭാവം നൽകി നിത്യജീവിതത്തിൽ ആവശ്യമാകുന്ന നന്മയുടെ വഴികളൊരുക്കി സമാധാനത്തിന്റെ ദൂതവാഹികളാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞ ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. അതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് പാലസ്തീന്റെ പച്ചമണ്ണിൽ കന്യക മറിയമിലൂടെ ഉദയം ചെയ്യുകയും മാനവജാതിയുടെ പാപം തന്റെ സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ട് പാപത്തിന് സമ്പൂർണമായി പരിഹാരം വരുത്തി ലോകത്തിന് സമാധാനം നൽകി തന്ന സമാധാനത്തിന്റെ സന്ദേശം, അതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. നാം കാണുന്ന ഒട്ടനവധിയായ പ്രശ്നങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ഓടിയെത്തുകയാണെങ്കിൽ, നാം അതിനെ ഒന്ന് സസൂക്ഷ്മം വീക്ഷിക്കുകയാണെങ്കിൽ, ഇത് നാം കാണുന്ന ഒട്ടനവധിയായ പ്രതിസന്ധികളുടെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ, ജീവിത തിന്മകളുടെ പിന്നാമ്പുറങ്ങളിൽ ഒരു കാണാച്ചരടായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസമാണ് പാപം എന്ന പേരിൽ ബൈബിൾ വിശകലനം ചെയ്യുന്ന ഒരു സ്വതന്ത്രം കാണാച്ചരട് എന്ന് പറയുന്നത്. എന്താണ് പാപം എന്ന് പറയുന്നത്? പാപം എന്ന് പറയുന്നത് നമ്മൾ ലിസ്റ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന, നമ്മൾ ലിസ്റ്റിട്ട് പറയുന്ന ഏതെങ്കിലും ഒക്കെ കാര്യങ്ങളെയാണ് നമ്മൾ പാപം എന്ന് പറയുന്നുവെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം പാപമെന്ന പദത്തിന് നൽകിയിരിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്, പാപമെന്ന് പറയുന്നത് അതിക്രമമാണ്, പാപമെന്ന് പറയുന്നത് ലംഘനമാണ്, പാപമെന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റിപ്പോകുന്നതാണ്, പാപമെന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റിയ ഒരു ജീവിതമാണ്. അവൻ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ അവൻ പാപമില്ലാത്തവനായി അവനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യൻ ഏതെങ്കിലും ഒരു ജൈവ അവൻ വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു ജൈവ രാസ വസ്തുവിന്റെ പിണ്ഡമായി അവൻ ഉദയം ചെയ്തതൊന്നല്ല മനുഷ്യൻ. ചില നാളുകൾക്ക് മുൻപ് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ അവൻ കോറിയിട്ടിരുന്ന ചില ആശയങ്ങൾ, ആ ആശയങ്ങളുടെ അന്തർധാര അനേക ആളുകളെ പിടിച്ചുലുക്കുകയുണ്ടായി, പലരെയും വശീകരിക്കുകയുണ്ടായി. ആ ആശയം നമ്മൾ പരിണാമ സിദ്ധാന്തം എന്ന പേരിലാണ് മനസ്സിലാക്കിയിരുന്നത്. മനുഷ്യൻ പരിണാമ ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയാണെന്ന് പഠിപ്പിച്ച് മനുഷ്യരെ മയക്കിയ ആ ആശയം, അതിന്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ ദൈവസൃഷ്ടിയല്ല എന്നും, മനുഷ്യൻ അവൻ ഉണ്ടായതിന്റെ ചരിത്രങ്ങൾ അവൻ തേടിപ്പോകുന്ന ശാസ്ത്രജ്ഞരും നിരീശ്വരവാദികളും അവൻ സ്വതം ലോകത്തിന് നൽകുന്ന മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ചുള്ള പല ചിന്തകളും അബദ്ധ ചടിലങ്ങളാകുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവം മനുഷ്യനെ
തന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളോട് സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തോട് പാപം ചെയ്ത് ദൈവവഴികൾ വിട്ട് ദൈവത്തിന് എതിരായി തീർന്ന് മാറിപ്പോയ ആ പ്രതിഭാസത്തെയാണ് പാപമെന്ന് പറയുന്നത്. അവൻ ദൈവത്തോട് അനുസരണം കാണിച്ച മനുഷ്യന്റെ ലംഘനം, മനുഷ്യന്റെ പാപമായി ദൈവം കണക്കിടുമ്പോൾ സകല മനുഷ്യരിലും, മനുഷ്യന്റെ എല്ലാ വശങ്ങളിലും, മനുഷ്യന്റെ എല്ലാ അവയവ സന്ധികളിലും മനുഷ്യൻ എന്ന് പറയുന്ന അവൻ ഈ ഒരു ജീവിക്കുന്ന എല്ലാ സമൂഹങ്ങളിലുമുള്ള സകല മനുഷ്യരെയും ഒന്നടങ്കം നിർമ്മിച്ചിരിക്കുന്ന തിന്മയുടെ പേരാണ് പാപം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിന്റെ ആത്തവരായി തീർന്നു. പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ധനവാനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവൻ മാനവകുലത്തിൽ ജീവിക്കുന്ന അവൻ സമൂഹത്തിലുള്ള സകല വ്യക്തികളെയും കുറിച്ച് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിന്റെ ആത്തവരായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവം മനുഷ്യനെ അവൻ നോക്കുമ്പോൾ ദൈവം കാണുന്ന മനുഷ്യന്റെ ജീവിത പിശക് എന്ന് പറയുന്നത്, ദൈവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവം കാണുന്നത് അവൻ സ്വന്തം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാൻ പോലുമില്ല. ദൈവിക സങ്കല്പങ്ങളിൽ വെള്ളം ചേർത്ത് ജീവിക്കുന്ന ഒരു തലമുറയായി പാപത്താൽ നിറയപ്പെട്ട, പാപത്താൽ നയിക്കപ്പെട്ട ഒരു സമൂഹമായി മാറുമ്പോൾ അവന്റെ ധാർമ്മിക ചിന്തകൾക്ക് വ്യത്യാസം വരുന്നു, അവന്റെ പെർസെപ്ഷൻ, അവന്റെ വീക്ഷണഗതികൾക്ക് വ്യത്യാസമുണ്ടാകുന്നു, ദൈവത്തെ കുറിച്ചുള്ള അവന്റെ ചിന്തകൾക്ക് കളങ്കം വരുന്നു, അവന്റെ ധാർമ്മിക ചിന്തകൾക്ക് കളങ്കം വരുന്നു. ദൈവത്തെ തേടിയുള്ള അവന്റെ യാത്രയിൽ അവൻ അവതരണങ്ങളായ സങ്കല്പങ്ങളിലേക്ക് പോകുകയും അവന്റെ മനസാക്ഷി വഹിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് അവൻ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നു. പാപം മൂലം അവന്റെ ജീവിത ചിന്തകൾക്കെല്ലാം വ്യത്യാസം വരികയാണ്. മനുഷ്യന്റെ ദുഷ്ടഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞു, അവന്റെ ചിന്താധാരകൾ ദുഷ്ടത കൊണ്ട് നിറഞ്ഞു, അവന്റെ ബുദ്ധിമണ്ഡലങ്ങൾ ദുഷ്ടതകൾ കൊണ്ട് നിറഞ്ഞു. അവൻ തന്നെ പടച്ചുണ്ടാക്കിയ സാങ്കല്പിക ദൈവസങ്കല്പങ്ങളിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ മറന്നുകൊണ്ട്, ധാർമ്മികതകളെ മറന്നുകൊണ്ട്, മൂല്യങ്ങളെ മറന്നുകൊണ്ട് മനുഷ്യൻ മൃഗതുല്യമായി ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് പാപത്തിനുള്ള ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യൻ അല്പസുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന ആശ്രയങ്ങൾ, അവന്റെ ദുഃഖം മറയ്ക്കുവാൻ അവൻ ആശ്രയിക്കുന്ന ആശ്രയങ്ങൾ, സാങ്കല്പിക സ്വർഗലോകത്ത് എത്തിച്ചേരാൻ അവൻ ആശ്രയിക്കുന്ന ആശ്രയങ്ങൾ, ധനലാഭം ഉണ്ടാക്കാൻ തക്കവണ്ണം അവൻ ആശ്രയിക്കുന്ന ആശ്രയങ്ങൾ, അതെല്ലാം പിന്നത്തേതിൽ അവന് കെണിയും കൊടുക്കുമായി മാറുന്നു. ജീവിതത്തിൽ പറ്റിപ്പോകുന്ന ഏതെങ്കിലും ദുഃഖകരമായ അവസ്ഥകൾക്ക്, അവസ്ഥകളിൽ നിന്നും ഒരു ശാന്തി ഉണ്ടാകാൻ മനുഷ്യൻ ആശ്രയിക്കുന്ന മദ്യമോ മയക്കുമരുന്നോ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കളോ പിന്നത്തേതിൽ അവനെ ഭരിച്ചു നടത്തുന്ന ഒന്നായി മാറുകയാണ്. അവന്റെ ജീവിതം കുട്ടിച്ചോറാകുകയാണ്. എത്രയോ അവൻ യൗവനക്കാരാണ് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ അടിമകളായി അവരുടെ ജീവിതം ദുസ്സഹമാക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. മാതാപിതാക്കളെ കൊല്ലുവാൻ മടിയില്ലാത്ത, സമൂഹത്തിന് എന്ത് വൃത്തികേടും ചെയ്യാൻ മടിയില്ലാത്ത, ധാർമ്മിക ചിന്തകളെ തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യുവ സമൂഹങ്ങളുടെ അവൻ തലമുറയെയും ബുദ്ധിയെയും ഗ്രഹിച്ചിരിക്കുന്ന പാപത്തിന്റെ പടുകൂറ്റൻ വിഷത്തിന്റെ അവൻ നാസ്മരികതയിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ മറന്നവൻ ജീവിക്കുകയാണ്. ദൈവമില്ലാത്ത ജീവിതത്തിന് ഉടമയായവൻ മുന്നോട്ട് പോകുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകാൻ നിങ്ങളുടെ മധ്യഭാഗത്തിന് കഴിയുകയില്ല. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് അവൻ നിത്യമായ പരിഹാരം നൽകാൻ നിങ്ങളുടെ ലഹരി വസ്തുക്കൾക്ക് സാധ്യമാകുകയില്ല. നിങ്ങളുടെ ജീവിത വിഷയങ്ങൾക്ക് നിത്യമായ പരിഹാരം നൽകാൻ നിങ്ങൾ ആശ്രയിക്കുന്ന ഏതെങ്കിലും മോക്ഷമാർഗങ്ങൾക്ക് ഒരിക്കലും കഴിയുകയില്ല. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം മുൻപാകെ അവൻ അടിയറവ് പറയുകയും, ദൈവമേ നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ, ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, ഞാൻ വെടിതെറ്റിയാണ് ജീവിക്കുന്നത്, എന്നെ അവൻ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാപ സ്വഭാവങ്ങൾക്ക് ഞാൻ അടിമയാണ്. ഇതെന്റെ പാപ സ്വഭാവങ്ങളിൽ നിന്ന്
എനിക്കൊരു മോചനം ആവശ്യമാണ്. അതുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് ഞാൻ മനസ്താപത്തോട്, അവൻ വിങ്ങലോട്, ഏറ്റുപറച്ചിലോട് നിന്നിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുന്നുവെന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യ സമൂഹത്തെ പോലും തള്ളിക്കളയാതെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്നേഹവാനായ ദൈവമുണ്ട്. അവനെ കുറിച്ചുള്ള സദ്വാർത്തയാണ് സുവിശേഷം എന്ന് പറയുന്നത്. പാലസ്തീന്റെ പച്ചമണ്ണിൽ കൂടെ അശരണനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദരിദ്രർക്ക് അപ്പം നൽകുകയും രോഗികളെ സൗഖ്യമാക്കുകയും കുരുടനെ കാഴ്ച നൽകുകയും ഊമനെ സംസാരിക്കുവാൻ പ്രാപ്തി കൊടുക്കുകയും അവയെ പാരലൈസായി പോയ ആളുകളെ നടക്കുമാറാക്കുകയും അങ്ങനെ നാടിന് നന്മ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി പാപികളെ ഉദ്ധരിച്ച് അവൻ മാർജിനലൈസ്ഡായി പോയ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ദൂതുവാഹിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ട തിരുവെഴുത്തുകളിൽ പ്രകാരം ജഡാവതാരം ചെയ്ത ശ്രീ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് തത്വജ്ഞാനമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതം വിഭാവനം ചെയ്യുന്ന ചില ആശയങ്ങളല്ല. സുവിശേഷം എന്ന് പറയുന്നത് ചില തത്വചിന്തകളല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രസ്ഥാപനത്തിന് വേണ്ടിയുള്ള ആഹ്വാനമല്ല. സുവിശേഷം അന്തർലീനമായിരിക്കുന്ന ഒരു പ്രധാനമായ സത്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട ഒരു സത്യമാണത്. മറ്റൊന്നുമല്ല. അവൻ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ ഒരു കന്യകയിൽ അവതരിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് തന്റെ അവൻ പ്രവർത്തികൾ കൊണ്ട്, തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് താൻ തന്നെ ദൈവപുത്രൻ എന്ന സ്ഥിരതയോട് നിർണയിക്കപ്പെടുകയും സകല ഭൂസീമാവാസികളുടെയും സമാധാനത്തിന്റെ ശിക്ഷ തന്റെ ശിരസിന്മേൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവരിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനായി വിലാപ്പുറത്ത് അവൻ ഊറി ഊറി വന്ന രക്തത്തുള്ളികൾ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിക്കൊടുത്ത് അനിമത്തക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് താൻ തന്നെ ദൈവപുത്രനെന്ന് സ്ഥിരതയോടെ നിർണയിക്കപ്പെട്ട് പിതാവിന്റെ വലതുഭാഗത്ത് അവൻ മധ്യസ്ഥ അടയ്ക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുന്ദരമായ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ ഒന്ന് ചികഞ്ഞെടുക്കുമ്പോൾ ഒരു കാലത്ത് ദൈവമില്ലാത്തവരായി, സമാധാനമില്ലാത്തവരായി, സമൂഹത്തിന് കൊള്ളരുതാത്തവരായി, ഭവനത്തിന് കൊള്ളരുതാത്തവനായി, അവൻ സമൂഹത്തിന് ഭാരമായി നിന്നിരുന്നൊരു അവൻ പിന്നാമ്പുറമുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അവൻ ഒരു ലക്ഷ്യം കൂടാതെ വളരെ സന്തോഷത്തോടെ കൈകളെ ഉയർത്തിപ്പിടിച്ചു യേശു മൂലം രക്ഷയുണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്ന അവൻ മഹൽ വ്യക്തി വരുത്തിയ വ്യതിയാനത്തിന്റെ കടയാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. നിനക്ക് കേൾക്കുന്ന പ്രിയ സ്നേഹിതരാ, നിങ്ങൾ ഒരു പണ്ഡിതനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം കുറവുള്ളവരായിരിക്കാം, നിങ്ങളൊരു ധനവാനായിരിക്കാം, നിങ്ങളൊരു ദരിദ്രനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മിശ്രങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ എങ്കിൽ അവൻ വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കി ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന് തിരസില്ലാത്തവരായി തീർന്നു. ഏക മനുഷ്യനായ ആദാമിന്റെ അവൻ വംശപാരമ്പര്യമായി ഇന്നുവരെ ഭൂമിയിൽ ഉദയം ചെയ്ത സകല മനുഷ്യരും ജന്മം കൊണ്ട് പാപികളാണ്. അവർ സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ അവർ പാപികളായി ദൈവം കണക്കാക്കപ്പെടുമ്പോൾ അവരുടെ പാപത്തിന്റെ അവസ്ഥയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാത്തവരായവർ നിൽക്കുകയാണ്. താങ്കൾക്ക് ഒരു പക്ഷേങ്കിൽ ഒത്തിരി സ്വഭാവ വിശേഷതകളുള്ളയാളായിരിക്കാം, ഒത്തിരി സ്വഭാവ ഗുണങ്ങളുള്ളയാളായിരിക്കാം, നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നയാളായിരിക്കാം, നിങ്ങളുടെ വീടിന്റെ അത്താണിയായിരിക്കാം, നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താങ്കൾക്ക് കഴിയുകയില്ല. കാരണം അടിസ്ഥാനപരമായി ആദാമെന്ന് താങ്കൾ ജനിച്ച ഒരാളായതുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ സകല മനുഷ്യരും പാപികളെന്ന പരിഗണനയിലാണ് താങ്കളുടെ ദൈവം നോക്കുന്നത്. അതുകൊണ്ട് പാപത്തിനൊരു പരിസമാപ്തി ആവശ്യമുണ്ട്. പാപത്തിന് പരിസമാപ്തിക്ക് വേണ്ടി മലകൾ കയറിയാൽ താങ്കൾക്ക് അത് ലഭിക്കുകയില്ല. പാപത്തിന്റെ പരിസമാപ്തിക്ക് വേണ്ടി അവൻ സ്വന്തം
നേർച്ച കാഴ്ചകൾ കൊണ്ട് അത് സാധ്യമാകുകയില്ല. പാപത്തിന്റെ പരിഹാരത്തിന് യാഗങ്ങളോ കർമ്മങ്ങളോ ബലികളോ അവൻ ഒന്നും കൊണ്ടും സാധ്യമാകുകയില്ല. അർപ്പണങ്ങളോ തർപ്പണങ്ങളോ കൊണ്ട് പാപശാന്തി ഉണ്ടാകുകയില്ല. പാപശാന്തി നിങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല എന്ന ദൈവിക കൽപ്പനയുടെ ലംഘിക്കാൻ കഴിയാത്ത നിയമം അനുസരിച്ച് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് പാപത്തിന്റെ പരിഹാരത്തിനായി ചൊരിയപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അവൻ താങ്കൾക്കൊരു ദൈവവേദനായി തീരാൻ അവൻ ആഗ്രഹമുണ്ടോ? പാപത്തിന് ക്ഷോറായിപ്പാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? പാപത്തിൽ ഒരു മുക്തി പ്രാപിപ്പാൻ താങ്കൾക്ക് ആവശ്യമുണ്ടോ? ഇതാ രക്ഷയുടെ വാതിൽ, മുക്തിയുടെ വാതിൽ, പാപക്ഷമയുടെ വാതിൽ താങ്കളുടെ മുൻപിൽ തുറക്കുകയാണ്. താങ്കളുടെ ഹൃദയത്തോട് അവൻ വ്യക്തമായി അവൻ ദൈവം സംസാരിക്കുകയാണ്. നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. നിങ്ങളുടെ പാപം എത്ര രക്താംബരം പോലെയാണെങ്കിലും അതിനെ പഞ്ഞി പോലെയാക്കുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പാപയാഗ മരണം മുഖാന്തരമുള്ള രക്ഷാദൗത്യത്തിലേക്ക് ഈ സന്ധ്യായാമത്തിങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ദേശമേ ദേശമേ യഹോവയുടെ വചനം കേൾക്കുക, കർത്താവിന്റെ വചനം കേൾക്കുക. ഇതാകുന്ന സുപ്രസാദകാലം, ഇതാകുന്ന രക്ഷാ ദിവസം. അവൻ ഈ സുവിശേഷത്തിന്റെ ആ സന്ദേശത്തിന്റെ മുൻപാകെ നിങ്ങൾ അന്യപ്പെട്ടു പോകരുത്. എന്റെ പ്രിയ സ്നേഹിത, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയാൻ കഴിയുകയില്ല. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അവൻ നിങ്ങളൊരു ഭാവിയായി ജീവിച്ച നിങ്ങൾ ഭാവിയായിട്ടാണ് ഇഹലോകം വിട്ടു പോകാൻ സാധ്യതയുള്ളത് എങ്കിൽ അവൻ സ്വതന്ത്രം ഈ ലോകത്തിനപ്പുറം, ഈ ജീവിതത്തിനപ്പുറം ഒരു നിത്യമായ ജീവിതമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും മരണപ്പെട്ടു പോകും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. ആവേശം എപ്പോഴാണ് എന്റെ സഹോദര മൃത്യു വരുന്നത് ഓർക്കായിൽ എന്ത് കഷ്ടമേ എന്ന് ഒരു ക്രൈസ്തവ കവി പാടിയിട്ടുണ്ട്. ആവേശം നമ്മെക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മെക്കാൾ പിടിച്ചു നിൽക്കാൻ ശക്തി ഉണ്ടായിരുന്നവർ, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നവർ കാലയവനികയ്ക്കകത്ത് അവൻ മൺമറഞ്ഞു പോയി. ലോകത്തെ കിടുകിടാവരപ്പിച്ച അവൻ മതനേതാക്കന്മാർ, രാഷ്ട്രതന്ത്രന്മാർ ഇന്ന് ലോകത്തിന്റെ നെറുകയിലില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതം അവൻ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് അവൻ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അവൻ സുന്ദരമായ സ്വപ്നങ്ങളും പേരിൽ ജീവിക്കുന്ന ഈ ജീവിതയാത്രയിൽ മരണദൂതൻ നമ്മെ കടന്നു പിടിക്കുന്നതിന് മുൻപ് അവൻ നിങ്ങളുടെ ആത്മാവിന്റെ ഒരു നിത്യരക്ഷയ്ക്കായി അവനുള്ള സന്ദേശമായി ഇത് കണക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അവന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ അവൻ നിങ്ങൾക്ക് മനസ്സാകുമോ? ദൈവത്തിന്റെ ആത്മാവ് അവൻ വ്യക്തി ഹൃദയങ്ങളോട് ശക്തമായി ഇടപെടുകയാണ്. അവൻ ഈ മടന്നവൻ കവലയിൽ അവന്റെ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സുവിശേഷ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഞാനൊരു പാവിയാണ്, അവൻ എന്റെ പാവം കടിച്ചുവപ്പായിരിക്കുകയാണ്. ലോകത്തിലെ യാതൊരു പുണ്യപ്രവർത്തികൾക്കും ഈ പാപത്തിന് ക്ഷമ തരാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശുവേ, ഞാൻ അങ്ങയുടെ കർത്തൃത്വം സ്വീകരിക്കുന്നു. ഞാനൊരു പാവിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ ഹൃദയത്തെ ഹിമം പോലെ നീ വെളുപ്പിക്കണമേ. ഞാൻ നിന്റെ മകനാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്റെ മകളാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ നിന്റെ മുൻപാകെ അടിയറവ് വയ്ക്കുന്നുവെന്ന് പറയുവാൻ അവൻ എത്ര പേർക്ക് ഈ ശബ്ദത്തിന്റെ മുൻപാകെ നിങ്ങളെ സമർപ്പിക്കുവാൻ കഴിയും? നിങ്ങളുടെ ഹൃദയങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ മുട്ടി, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ മുട്ടി അവൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്നാകട്ടെ നിങ്ങളുടെ പാപക്ഷമയുടെ ദിവസം, ഇന്നാകട്ടെ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന്റെ ദിവസം, ഇന്നാകട്ടെ ഒരു ദൈവമകനായി ജനിക്കാനുള്ള അപൂർവമായ നിമിഷം. അതുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവായി ഹൃദയത്തിലേക്ക് കൈക്കൊണ്ടുകൊണ്ട് പാപക്ഷമ പ്രാപിച്ച് ഒരു ദൈവവൈദ്യരായി ജീവിപ്പാൻ അവനൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അവൻ ഞങ്ങൾ നിങ്ങളോട് വളരെ മാന്യമായി പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഇന്ന് കാണുന്ന ഈ ജീവിതത്തിനപ്പുറം
ഒരു കൃത്യമായ ജീവിതമുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ജീവിതം, ഈ ചുരുങ്ങിയ ഈ ആയുസ് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ അവസാനിക്കും. അതിനപ്പുറം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മരിച്ചവരാവാലവൃത്തം വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. വഞ്ചിക്കപ്പെട്ടു പോകരുത് പ്രിയരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്റെ സ്നേഹിത. വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. ഭൗതികമായ നേട്ടങ്ങൾ മാത്രം മനസ്സിൽ മുൻകണ്ടുകൊണ്ട്, ചില ഭൗതിക വസ്തുക്കൾ മാത്രം അവൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ലോകത്തിലെ സകല തത്വജ്ഞാനങ്ങളും പിശാചും നിങ്ങളെ വഞ്ചിക്കുവാനൊക്കെ വേണം. അവൻ നിങ്ങളുടെ കാതിൽ മന്ത്രിക്കും, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന്. എന്നാൽ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ കോടതിക്ക് മുൻപാകെ നിൽക്കേണ്ടി വരും. മരണത്തിനപ്പുറം നിങ്ങൾ തരിച്ചാണ്. ഇവിടെ നമ്മുടെ കൂടെ ധാരാളം കൂട്ടുകാരുണ്ടായിരിക്കാം. അഭിപ്രായം പറയാനും അവൻ നിങ്ങളെ സന്തോഷിപ്പിക്കാനും ഒക്കെ ധാരാളം ആളുകൾ ഉണ്ടായേക്കാം. നമുക്ക് സപ്പോർട്ടീവായിട്ട് ഒത്തിരി ആളുകൾ ഉണ്ടായേക്കാം. എന്നാൽ മരണത്തിന്റെ കറുത്ത കരം നിങ്ങളെ പിടിച്ചു കഴിയുമ്പോൾ, മരണത്തിന്റെ തണുത്ത കരങ്ങളിൽ നിങ്ങൾ അമർന്നു കഴിയുമ്പോൾ നിങ്ങൾ തനിയെയാണ്. തനിയെയുള്ള യാത്രയ്ക്കായി അവൻ തയ്യാറെടുക്കുവാനൊക്കെ വണ്ണം അവൻ ഇന്ന് ഈ സന്ധ്യയ്ക്ക് ഞാൻ എന്റെ മാന്യ കേൾവിക്കാരെ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് മരണത്തിനപ്പുറമുള്ള ന്യായവിധി, മരണത്തിനപ്പുറമുള്ള ന്യായവിധി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്ര. അനേക പുസ്തകങ്ങൾ തുറന്നു. ജീവപുസ്തകം എന്നൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണം. സഹോദരങ്ങളെ, നിങ്ങൾ ആരും ഈ നാശപാത്രമായ അവൻ ലോകത്തിൽ ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ട് നിങ്ങളുടെ മരണത്തിനപ്പുറവും തീയും ഗന്ധവും കത്തുന്ന ഒരു പൊയ്കയിലേക്ക് പോകാൻ ഒരിക്കലും സാധ്യമാകരുത് എന്നുള്ളൊരു ചിന്താധാരയാണ് ഈ വൈകുന്നേര സമയത്ത് ഈ കവറയിൽ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിക്കാനുള്ള ചേതോവികാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ ചിന്തിക്കുക, സുവിശേഷത്തിന്റെ ആഹ്വാനങ്ങൾ ഏറ്റെടുക്കുക, കർത്താവിനോടുള്ള നിത്യമായ രക്ഷ പ്രാപിച്ച സമാധാന ജീവിതം നയിക്കുവാനൊക്കെ വണ്ണം നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഈ സുവിശേഷത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഹൃദയങ്ങളിൽ ഭാരങ്ങളും നിരാശകളും ജീവിത വിഷയങ്ങളുടെ ഭാരങ്ങൾ വല്ലാതെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് ജീവിതം മടുത്തു, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല, എന്റെ ഭാരങ്ങൾ ഞാൻ ആരോട് പറയും, എനിക്ക് ജീവിക്കുവാൻ യാതൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അവൻ പരുവപ്പെടുത്തി അവൻ ആത്മഹത്യക്കോ ഒരു നിരാശ ജീവിതത്തിനോ മദ്യപാനത്തിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ അടിമപ്പെട്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം അവൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പാകപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ? പരിഹരിക്കാൻ കഴിയാത്ത കടഭാരങ്ങളോ പരിഹരിക്കാൻ കഴിയാത്ത പാപത്തിന്റെ ഏതെങ്കിലും ശക്തമായ അടിമത്തമോ നിങ്ങളെ ഞെരുക്കിയിട്ട് മുൻപോട്ട് പോകാൻ കഴിയാത്തവരായി ഭാരപ്പെടുന്നവരായി ആരെങ്കിലും ഈ സുവിശേഷത്തിന്റെ സന്ദേശം കേൾക്കുന്നെങ്കിൽ ആമേൻ, സ്വതന്ത്രം വിമോചകനായ ഒരു യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. വിടുവിപ്പാൻ കഴിവുള്ള ഒരു യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കാറ്റിനെയും കടലിനെയും അടങ്ങുമാറാക്കിയ ഒരു യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ അലട്ടുന്ന ഏത് തിന്മയുടെ പ്രവൃത്തികളാണെങ്കിലും അതിന് മേൽ വിജയം തരാനുള്ള യേശുക്രിസ്തു ജീവിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സുണ്ട്. ഇവിടെ കേട്ട സുവിശേഷം സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അവൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രേരണ ലഭിക്കുന്നുണ്ട്. കർത്താവേ, ഈ വൈകുന്നേരമായ സമയം സുവിശേഷ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് അവരെങ്ങളിലോ അവനീ കവലയിലോ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പാപക്ഷമയ്ക്കായി യേശുവിന് മുന്നിൽ സമർപ്പിക്കുവാൻ അവർക്ക് പരിശുദ്ധാത്മാവെ അവർക്ക് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ ഇതുവരെ അവരുടെ തീരുമാനത്തെ കർത്താവ് മാനിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിത വിഷയങ്ങളുടെ നടുവിൽ പെട്ടുപോയിട്ട് നിരാശയോടെ ജീവിതം തള്ളി നീക്കുകയും എനിക്കിത് ജീവിക്കണ്ട, എന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഗത്തിന്റെയോ ശാപത്തിന്റെയോ ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്ന ആരെങ്കിലും കർത്താവ് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സമാധാനത്തിന്റെ ദൈവം സ്വസ്ഥതയും സമാധാനം ഞങ്ങൾ ദൈവത്തോട്
പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കവലയിൽ ദൈവദിനം അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് ഇടപെടുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദിവസങ്ങളിൽ അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ തക്കവണ്ണം കർത്താവ് സംഗതി വരുത്തുമാറാകണം. പ്രാർത്ഥനകളതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.